ആര്യയുടെ എൻ്റെ വൈഫ് ആര്യയുടെ വീട് എനിക്കറിയില്ല നേരിട്ട്. അപ്പം ഇതിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഇന്ന് അവിടെയാണ് പ്രോഗ്രാം. പിന്നെ അപ്പോൾ ഞാൻ വീട് അപ്പോൾ ഇവിടെ പറഞ്ഞു പിന്നെ എന്ത് വീട് അല്ല വെറുതെ നമ്മളവിടെ വരികയാണ്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ വീട് കാണാമല്ലോ. അപ്പോൾ ഇവിടെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ വന്ന് ആദ്യം പെണ്ണ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന സമയമായിരുന്നു. അപ്പം ബിനു ആണ് എനിക്ക് ആ സമയമാണല്ലോ നമ്മുടെ പൈരുന്ന വേണ്ടി രാത്രി ചോദിക്കാൻ പറ്റിയ അതല്ല അങ്ങനെ ഇപ്പം ബിനു പറഞ്ഞു എടാ അവിടെ ഇല്ല നമുക്ക് പോയി നോക്കാം വീട് കണ്ടു വയ്ക്കാം പിന്നെ എപ്പോഴും പോകാമല്ലോ പറഞ്ഞിട്ട് രാത്രി ഞാൻ പറഞ്ഞു പിന്നൊന്ന് ഞാനും ധൈര്യം കൊടുത്താൽ പോവാടാ നമുക്ക് കണ്ടു വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരണ്ട കാര്യം എനിക്ക് നെഞ്ചിടി തുടങ്ങി. അല്ല നമ്മൾ നോർമലായിരുന്നു നോവി നോർമൽ അല്ല അതിൻ്റെ അടുത്ത് പ്രോഗ്രാം ഉണ്ട്. അപ്പം നോർമലാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ പിന്നെ ആ സമയത്ത് അവിടെ പിന്നെ കള്ളന്മാരിറങ്ങിയെന്നും പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അന്നല്ല അതിനു മുമ്പ്. അപ്പൊ ഇങ്ങനെ ആൾക്കാരെല്ലാം അത് വാസ്തവായിരുന്നല്ലോ അന്നും വാസ്തവായിരുന്നല്ലോ അത്. ഇത് പറഞ്ഞപ്പോൾ എനിക്കും കറക്റ്റ് ഞാനും എൻ്റെ വൈഫിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അല്ല ഇത് തമാശയല്ല, ചില സമയത്തുള്ള ബുദ്ധി നമ്മുടെ ഫ്രണ്ട് അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യണതേ. ഞാൻ ഇവനായിട്ട് പറഞ്ഞില്ല എനിക്കൊന്ന് കാണാം. അപ്പം ഞാനവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്ന കാരണം നമ്മൾ അവിടുത്തെ അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഈ സന്ധ്യ കഴിഞ്ഞൊന്നും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആ ഭാഗത്തേക്ക്. പെൺകുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട് പഠിക്കണം. അപ്പം അത് കാരണം എന്തായാലും കാണാം. വൈഫിൻ്റെ ആൻറ്റിയുടെ വീടാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കും. ശനി ഞായർ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ട് അവിടെയാണ് സ്റ്റേ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൈകിട്ട് അവിടെ വരാമെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാനിതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടി ഇവനാണെങ്കിൽ ലോകോത്തരം മണ്ടനാണ് ഇവൻ. സുരേഷ് എന്നാ പേര്. അവൻ കേട്ട് തന്നെ തല്ലിക്കൊല്ലും. ഇത് ഞാൻ അവൻ്റെ ബുദ്ധി ആലോചിച്ചത് ഈ പോയി അവരുടെ വീടിൻ്റെ അടുത്തെത്തി ആ ഭാഗം എത്തിയപ്പോൾ ഇരുട്ടായി ഒരു 10 മണിയൊക്കെ ആയി. പെട്ടെന്ന് ഒരാളങ്ങ് നടന്നു വന്നു. ഇവനൊറ്റ വീഴ്ച താഴത്തേക്ക് വീണ്. എന്നിട്ട് ഞാൻ എന്തിനാന്ന് പറഞ്ഞു ഞാൻ ഫിറ്റാന്ന് പറഞ്ഞോളാൻ. അവൻ വെള്ളം അടിച്ചിട്ട് കൊണ്ടുപോകാൻ വന്നാന്നുള്ള രീതിയിലാക്കാൻ പെട്ടെന്ന് എന്നോട് പ്ലാൻ ചെയ്യാതെ പറഞ്ഞ വീഴലും പറഞ്ഞു ഞാൻ ഫിറ്റാണെന്ന് പറഞ്ഞാൽ എന്നെ എടുക്കാൻ വന്നാന്ന് പറഞ്ഞോളാൻ. അപ്പം അങ്ങനെ ഞങ്ങളും പോയി. ഞാനും ഇതുപോലെ പോയി കാണാൻ പറ്റിയില്ല. നിങ്ങൾ രണ്ടുപേർക്കും അക്കാര്യത്തിലൊരു സമാനതയുണ്ട് കേട്ടോ.